Hello, hi, dear friends. കൊണ്ടുവന്ന കണ്ടപ്പോഴേ മനസ്സിലായല്ലോ എന്താണെന്ന്. പനീർ. അപ്പോൾ നമ്മൾ പനീറിൻ്റെ ഒരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡിന് ഞാനൊന്ന് ഫോക്കസ് ചെയ്യണ്ടേ. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ പനീർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബട്ടർ പനീർ മസാല നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഒരുപാട് പേര് കണ്ട് റീക്രിയേറ്റ് ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞ കാര്യമാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, പനീർ മഞ്ചൂറിയൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കടായി പനീർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഉണ്ട് വേറെയും കാര്യങ്ങളൊക്കെ പനീർ ചെയ്യാൻ. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പനീർ മസാല കറിയാണ്. ഓക്കെ, അത് സിമ്പിൾ. പനീർ ബട്ടർ മസാലയുടെ അത്രയും ഒന്നും പ്രോസസ്സൊന്നുമില്ല. പക്ഷേ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ്. ചപ്പാത്തി, ചോറ് എല്ലാത്തിനും പറ്റും. ഫ്രൈഡ് റൈസ് അങ്ങനെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. സവാള 2 ഇടത്തരം ഒന്നായിരിക്കണം. ഇതിപ്പോൾ എല്ലാം ചെറിയ സവാളയായിപ്പോയി, അതുകൊണ്ട് എണ്ണത്തിൽ കൂടുതലുണ്ട്. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ സവാളയാണെങ്കിൽ കൂടുതൽ എടുക്കുക, വലുതാണെങ്കിൽ 2 ഇടത്തരം. അതിനെ ചെറുതായിട്ട് ഫൈനായിട്ട് കത്തിയാൽ സൈസ് കണ്ടല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന സവാള, കുട്ടി സവാള. ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, പനീർ ഇത് ഇച്ചിരി കൂടുതലുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇതിപ്പോൾ 1 കിലോയുടെ ഒരു ബ്ലോക്ക് ആയിരുന്നു. ഇതിൽ നിന്നും ചെറിയ സ്ക്വയർസ് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ പീസസ് ആയിട്ട് നമ്മൾ പനീർ ബട്ടർ മസാലയ്ക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ പനീർ കറി. അപ്പോൾ പനീർ കട്ട് ചെയ്ത് വെച്ചു, സവാള കട്ട് ചെയ്ത് വെച്ചു. പിന്നെ 2 കാര്യങ്ങൾ വേണ്ട പേസ്റ്റാണ്, അതായത് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്. അതെല്ലാവരുടെ കയ്യിലും ഉണ്ടാകുമല്ലോ, അപ്പോൾ അത് എളുപ്പമാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, അതല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുക, എന്താണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഒരു പച്ചമുളക് മതി. ഓക്കെ, അതും കൂടി നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം വേണം, ടൊമാറ്റോ. ഒരു വലിയ ടൊമാറ്റോ, നല്ല പഴുത്തൊരു ടൊമാറ്റോ എടുത്തിട്ട് അരച്ച് വയ്ക്കാം പേസ്റ്റായിട്ട്. ബൈ ദ ടൈം നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണയിൽ സവാള വഴട്ടാനായിട്ട് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇത് വെളിച്ചെണ്ണയിലല്ല, റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് ഉപയോഗിക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ. ഒരു വലിയ ടൊമാറ്റോ എടുക്കാൻ പോകും. അപ്പോഴേ ഒരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ പനീർ കറിയല്ല, ഇതൊരു ടൊമാറ്റോ പനീർ കറിയാണ്. അപ്പോൾ ടൊമാറ്റോയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഒരു ടൊമാറ്റോ മാത്രമല്ല, വേറെ ഒരു കാര്യമുണ്ട്. വലിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടൊമാറ്റോ പനീർ കറി, ചപ്പാത്തിക്കെല്ലാം പറ്റിയത്. അപ്പോൾ അരയ്ക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു, പക്ഷേ എണ്ണ നല്ലതായിട്ട് ചൂടായി. ഇനി സവാള വളരെ നന്നായി ചൂടായി എണ്ണ. അതിനോടൊപ്പം തന്നെ പച്ചമുളക് കൂടി ചേർക്കാം. അപ്പോൾ സവാള അവിടെ മൂത്ത് തുടങ്ങട്ടെ. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ദേ അരിഞ്ഞ് വെച്ച് ടൊമാറ്റോ ഒന്ന് അരയ്ക്കാം. ടൊമാറ്റോയെ ഒന്ന് പ്യൂറി ചെയ്തെടുക്കുന്നു. ടൊമാറ്റോ അരിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, ബൗളിൽ തന്നെ വെക്കുകയാണ് ഞാൻ. അപ്പോൾ ഫാസ്റ്റ് കുക്കിംഗ് ആണിത്. ഇത് ചപ്പാത്തിക്കെല്ലാം പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ഈസി കറിയാണ്. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് കളർ മാറാൻ തുടങ്ങും സവാളയുടെ. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചത്. അപ്പോൾ 1 ടീസ്പൂൺ വെച്ച് മതി. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും. അപ്പോൾ ഇത് അരച്ച പേസ്റ്റ് 1 ടീസ്പൂൺ. ഇത് ഇഞ്ചിയാണ്. അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്. 2 കാര്യങ്ങൾ. അപ്പോൾ ഇതും കൂടി കിടന്ന് മൊരിയട്ടെ. സവാളയുടെ നിറം മാറാൻ തുടങ്ങുന്ന സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക, സോ ദാറ്റ് അത് ഒന്നിച്ച് കിടന്ന് ബാക്കി മൊരിയൽ നടക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കിട്ടും. ആ കൂട്ടത്തിൽ നമ്മുടെ സവാളയും മൂക്കും, കളർ മാറുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാളയുടെ നിറം മാറാൻ തുടങ്ങുന്നു. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതൊക്കെ പാകത്തിന് മൂത്തു. ഇനി ടൊമാറ്റോ പ്യൂറി അരച്ചത് പച്ചയ്ക്ക് അരച്ചതാണ്, വേവിച്ചരച്ചതല്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു പച്ചച്ചുവ ഉണ്ടാകും. ആ പച്ചച്ചുവ പോകുന്നവരെയാണ് നമ്മൾ വഴറ്റേണ്ടത്. ഇതിനകത്തേക്ക് ഈ ഒരു കാര്യം കൂടി ചേർക്കാം. ടൊമാറ്റോ
ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ടൊമാറ്റോ ഫുള്ളായിട്ട് ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സവാളയുടെ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് ഇത് ചേർത്തത് ടൊമാറ്റോ. ഇനി ഇതിൻ്റെ പച്ചച്ചു പോട്ടെ, ഇങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് ആ ഒരു എണ്ണ തെളിയുന്നൊരു പാകമാവും. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സവാള ഇതിൻ്റെ കാര്യം കഴിഞ്ഞ് ഇപ്പോൾ ടൊമാറ്റോ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി, വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ പാകമായി. നോക്കിയേ, എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന കാണാമല്ലോ. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. ഇതിനകത്തേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ കുറച്ച് ഗ്ലാമർ വരുന്നത് നമ്മുടെ ടൊമാറ്റോയ്ക്ക്. ഇനി കുറച്ച് മുളക് പൊടി, പിരിയ മുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ഓക്കെ, എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ കുമിച്ചിടാം, അല്ലെങ്കിൽ തലതത്തിയിടാം, ലെവൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു പച്ചച്ചുവയെല്ലാം മാറണം. ഇതെല്ലാം പെട്ടെന്നാകുന്ന കാര്യമാണ് കേട്ടോ, ഞാനിങ്ങനെ പറയുന്നേ ഉള്ളൂ. ഫാസ്റ്റ് കാര്യങ്ങളാണ്. പിന്നെ ഒരു പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കും. അത് ഈ സ്റ്റേജിലല്ല, നെക്സ്റ്റ് സ്റ്റേജിൽ. മൂത്തൊരു മണം വരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർക്കാൻ പോകുന്നു. 1 കപ്പ് ഓഫ് വാട്ടർ. ആദ്യം 1 കപ്പ്, ഇനി ആവശ്യാനുസരണമാണ് ഇനിയുള്ള വെള്ളം ചേർക്കേണ്ടത്. ഒരല്പം വെള്ളം കൂടി ആകാം. ചാറ് എത്ര വേണോ അതനുസരിച്ചിട്ട് 1/2 കപ്പും കൂടി. ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര. ഉപ്പ് ചേർത്ത് തന്നെ കൊടുക്കും. ഈ പഞ്ചസാര 1-2 ടീസ്പൂൺ വേണമെങ്കിലും ചേർക്കാം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഓക്കെ, ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്തു. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ടൊമാറ്റോ ബേസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ടൊമാറ്റോ പനീർ കറി അല്ലേ, ഇനി അതിനകത്തേക്ക് ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഒരു 5 ടേബിൾ സ്പൂൺ. 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഓർ ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ലൊരു കളർഫുള്ളാകും, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പുളിയും എല്ലാം ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര എക്സ്ട്രാ ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ആകാം പഞ്ചസാരയുടെ അളവ്. ഇനി ഒരല്പം കുരുമുളക് പൊടിയും കൂടി എക്സ്ട്രാ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ലൊരു തിള വരട്ടെ. ഇതിലേക്ക് കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ 1 കപ്പ് പനീർ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു അളവ്. അപ്പോൾ ഈ ഇത്രയും ഗ്രേവിക്ക് കണക്കാക്കിയപ്പോൾ 1.5 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചു. 1.5-1.25 2 കപ്പ് വരെ ആകാം. ഓക്കെ, അതിന് നമുക്ക് എത്ര ഗ്രേവി വേണോ അനുസരിച്ച്. പക്ഷേ ഇത്രയും ഗ്രേവിക്ക് ആക്ച്വലി നമ്മൾ 1 കപ്പ് പനീറാണ് ഇടുന്നത്. ഇതൊരു ഫാസ്റ്റ് കറിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കില്ല, അതിൻ്റെ ഒന്നും ഫ്ലേവർ ഇല്ല. ഇതൊരു ടൊമാറ്റോ പനീർ കറിയാണ്, സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, അതുകൊണ്ട് തിളയ്ക്കാറായി. ഇനി നമ്മുടെ പനീർ പീസസിനെ ഇട്ട് കൊടുക്കാം. പനീർ വറുത്തിടണം എന്നുള്ളവർക്ക് അങ്ങനെ ആകാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ടിടാം. പനീർ ലവേഴ്സിന് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ പനീർ ഇച്ചിരി കൂടുതലിടാണ്. ആക്ച്വലി ഇത് 1 കപ്പ് പനീർ മതിയാകും, എനിക്ക് മതിയാകുന്നില്ല. ഞാൻ ഏതാണ്ട് ഒരു 1.5 കപ്പിൽ കൂടുതൽ പനീർ ഇടുകയാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ. ഗ്രേവി ഉണ്ട് എന്നുണ്ടെങ്കിൽ പനീർ ഇടുന്നതിൽ തെറ്റില്ല. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചല്ലോ. ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ 1 കപ്പ് പനീർ ഇടാൻ പറ്റുള്ളൂ. 1.5 കപ്പ് വെള്ളം ആയതുകൊണ്ട് പനീറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഏതാണ്ട് ഒരു 300 ഗ്രാമോളം പനീർ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം, കുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പരിസരമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പനീർ ഇസ് റെഡി. ടൊമാറ്റോ പനീർ കറി ഇസ് റെഡി. എടുത്ത് വയ്ക്കാനുള്ള പാത്രവും റെഡി. കുറച്ച് മല്ലിയിലും കൂടി അരിഞ്ഞിടണം, അത്രേ ഉള്ളൂ. ആ ഒരു ഫോർമാലിറ്റി മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പനീർ കറി ഈസ് ഗെറ്റിംഗ് റെഡി. നിമിഷങ്ങൾക്കകം ദേ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. നോക്കിക്കോളൂ, ദേ ഏതാണ്ട് ഒരു 5 to 6-7 മിനിറ്റ്സ് ഞാനിങ്ങനെ
ഈ ചെറിയ തീയിൽ ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിളച്ച് കിടക്കുമായിരുന്നു. കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നേരത്തെ തന്നെ ഇങ്ങനെ ലാസ്റ്റ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നു. ഞാൻ ഇച്ചിരി കൂടുതൽ ഇടുന്നേ ഉള്ളൂ, ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളുടെ ടൊമാറ്റോ പനീർ കറി ഈസ് റെഡി. ഇനി ഞാൻ ഈ ഒരു ബൗളിൽ ഒരു വൈറ്റ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ഇതിനകത്ത് ഗരം മസാലയില്ല, പിന്നെന്താ കസൂരി മേത്തി ഇല്ല, ജീര പൗഡർ ഇല്ല. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പനീർ ബട്ടർ മസാലയ്ക്ക് ചേർക്കുന്ന ആ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിലിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ടൊമാറ്റോ ആൻഡ് ടൊമാറ്റോ കെച്ചപ്പ് ഓർ ടൊമാറ്റോ പ്യൂറി ചെയ്തും ടൊമാറ്റോ സോസ് ഓർ ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. പിന്നെ എരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയൊരു മധുരവും എരിവും കൂടി ചേർന്ന് വരുന്നതായിരിക്കും. ഇച്ചിരി ടൊമാറ്റോ സോസിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടാവുമല്ലോ. പ്ലസ് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പുളിയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു പുളി ഉണ്ടാവുള്ളൂ. അപ്പോൾ എരിവ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, 1 പച്ചമുളകും, അത് വേണമെങ്കിൽ കൂട്ടാം. ഇതിന് തിക്കനിങ് ഏജൻസ് ആയിട്ട് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. കോൺഫ്ലോർ ചേർത്തില്ല, കാഷ്യൂ പേസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അല്ലാതെ തന്നെ നല്ല കുറുകിയ ഒരു ടെക്സ്ചറിൽ കിട്ടും. ആവശ്യത്തിന് ചാറും നോക്കിക്കോളൂ, കണ്ടില്ലേ, നല്ല ആവശ്യത്തിന് കുറുകലുള്ള ചാറാണ്. നമ്മുടെ പനീർ നല്ല സോഫ്റ്റായിട്ട് വെട്ടിയായിരിക്കുകയാണ്. അതിൽ കിടന്ന് ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സോഫ്റ്റായി കഴിഞ്ഞു. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില. ആഹാ, എത്ര ഭംഗിയുള്ളൊരു കറിയാണ്. ബ്യൂട്ടിഫുൾ കറി. നമുക്ക് പനീർ ബട്ടർ മസാല പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന, ഒരു പക്ഷേ അതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എന്താ പറയേണ്ടത് ഈ കറിയെക്കുറിച്ച്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു കറി. എന്നാൽ ഓവർ ആയിട്ടുള്ള എരിവോ അല്ലെങ്കിൽ ഓവർ സ്വീറ്റോ ഒന്നുമല്ല, എല്ലാത്തിൻ്റെ ഒരു മിതത്വം. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. പനീർ ലവേഴ്സ് എല്ലാം ഓടി വരിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. അപ്പോൾ ഇത് നോൺ വെജുകാർക്കും ഒക്കെ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ നോൺ വെജ് ഞാൻ മീൻ കഴിക്കും, ചിക്കൻ കഴിക്കും, മട്ടൺ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കും, മട്ടൺ ലിവർ കഴിക്കും. ഇതാണ് എൻ്റെ നോൺ വെജിൻ്റെ ഒരു ലിസ്റ്റ്. പിന്നെ പ്രധാനമായിട്ട് വെജിറ്റേറിയൻ ഫുഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാടൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പനീർ വലിയ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ആ പനീറിൽ എൻ്റെ ഒരു ചോയ്സാണ്. അതിൽ പനീർ ബട്ടർ മസാല, ഈ ടൊമാറ്റോ പനീർ കറിയെല്ലാം എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചപ്പാത്തിക്കും പിന്നെന്താ വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ഫ്രൈഡ് റൈസ്, ഓ യാ, പുലാവ്, കുറേ ആയില്ലേ പറയുന്നു, കഴിച്ചടിക്കാം. കുറച്ച് ഗ്രേവിയും കൂടി ചേർത്ത് ഞാൻ എടുക്കണോ. ഓ ചൂടാണേ. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എരിവും പുളിയും മധുരവും. മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമല്ല, സോസിൻ്റെയൊക്കെ ഒരു മധുരം ഉണ്ടല്ലോ. ഒരു സോസി ആയിട്ടുള്ളൊരു ഗ്രേവിയിലാണ്. ബട്ട് ചൈനീസ് അല്ല, ഇന്ത്യൻ സ്പൈസസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഗരം മസാലയില്ല, പിന്നെന്താ കസൂരി മേത്തിയില്ല. പിന്നെ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ. അതിനൊരു ഓപ്ഷന് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ചോയ്സാണ്. ഇട്ടു എന്ന് പറഞ്ഞാൽ അതിന് ദോഷമൊന്നുമില്ല. പക്ഷേ അത്രയും പോലും വേണ്ട, നമുക്ക് ഈ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, മതി. എനിക്ക് ഇനിയും കഴിക്കാൻ തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം സോഫ്റ്റ് വായിൽ അലിഞ്ഞു പോകുന്ന പനീറായിരുന്നു. അതിൻ്റെ ഗ്രേവി എല്ലാം ആയിട്ടേ, ഓ എക്സലൻറ്റ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക്സ് എനിക്ക് തരണം. പിന്നെ ഒരു കമൻറ്റ് തരണം. ഒരു കമൻറ്റിലൂടെ എന്നെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഒരു ലൈക്ക് തരിക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ LN വ്ളോഗ്സിൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഫോട്ടോസൊക്കെ ഇടുക. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.